ആദ്യം സമഗ്ര എടുത്തിട്ട് അതിൽ ലോഗിൻ എന്ന ഭാഗം എടുക്കുക. അവിടെ നിങ്ങളെ യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കൊടുക്കുക. എന്നിട്ട് ക്യാപ്ച ടൈപ്പ് ചെയ്യുക, ലോഗിൻ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് വരിക. സമഗ്ര പ്ലസ് എന്നാണ് പേരുള്ളത്. ഇതിൽ നമുക്ക് ഓരോന്ന് കാണുന്നുണ്ട്. സ്കീം ഓഫ് വർക്ക്, മൈ ടീച്ചിങ് മാനുവൽസ്, ക്രിയേറ്റ് യൂണിറ്റ് പ്ലാൻ, ക്രിയേറ്റ് ടീച്ചിങ് മാനുവൽ. നമുക്ക് ഇതാണ് വേണ്ടത്, ക്രിയേറ്റ് ടീച്ചിങ് മാനുവൽ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കാണുന്നത് ടീച്ചിങ് മാനുവലിൻ്റെ തുടക്കത്തിലുള്ള ഭാഗമാണ്. അതിൽ നമുക്ക് ഈ സൈഡിൽ സെലക്ട് ചെയ്യേണ്ടത് ഏത് ക്ലാസ്സാണ്, ഡിവിഷനാണ് എന്നാണ്. ഇപ്പം മലയാളം മീഡിയം ഉണ്ട്, ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്. ഇത് നമ്മൾ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണുള്ളത്. സമഗ്രയും സമ്പൂർണ്ണയും ബന്ധപ്പെട്ടിട്ടാണുള്ളത്. ഏതൊക്കെ ഡിവിഷനാണ് നമുക്ക് ഉള്ളതെന്ന് ഈ സമഗ്രക്ക് അറിയാം. അപ്പം ഞാനിപ്പോൾ 3ാം ക്ലാസ്സിലെ ഇപ്പം മലയാളം മീഡിയമാണ് സെലക്ട് ചെയ്തത്. മലയാളം മീഡിയം 3ാം ക്ലാസ് സെലക്ട് ചെയ്തു. സബ്ജക്റ്റ് മാത്സ് എടുത്തു, ചാപ്റ്റർ എടുത്തു. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഡിവിഷൻ ഓൾറെഡി എ ആണെന്ന് വന്നിട്ടുണ്ടാവും. അതായത് 3ാം ക്ലാസ്സിൽ മലയാളം മീഡിയമുള്ള ഡിവിഷൻ എ ആണെന്നുള്ളത് ഇവർക്ക് അറിയാം. അതുപോലെ മാറ്റിയെടുക്കുകയാണ്. ഇംഗ്ലീഷ് മീഡിയം കൊടുത്തു കഴിഞ്ഞാൽ ഡിവിഷൻ ബി എന്നും വരും. ബി എന്നും വരും. അപ്പോൾ എയും ബിയും ഇവർക്ക് അറിയാം. അപ്പോൾ നമ്മളിനി ചെയ്യേണ്ടത് ഓരോ ഡിവിഷനും ഓരോ ഇത് വെച്ച് വേണം. എന്ത് ടീച്ചിങ് മീഡിയം വെച്ച് നമ്മൾ മലയാളം മീഡിയത്തിൽ ചെയ്യുകയാണെങ്കിൽ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, മലയാളം മീഡിയത്തിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്യേണ്ടതാണ്. ഇനി ഇംഗ്ലീഷ് മീഡിയത്തിലാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഉദാഹരണത്തിനിപ്പോൾ ഞാൻ ആദ്യം ഇത് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ടീച്ചിങ് മാനുവൽ എങ്ങനെയാണ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇംഗ്ലീഷ് ഞാൻ സെലക്ട് ചെയ്തു, 3ാം ക്ലാസ് എടുത്തു. എന്നിട്ട് മാത്സ് എടുത്തു, ചാപ്റ്റർ 2ാമത്തെ ചാപ്റ്റർ എടുത്തു. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം സ്കീം ഓഫ് വർക്ക് കൊടുത്തിട്ടുണ്ടാവും. പ്ലാൻ ടൈപ്പ് നമുക്ക് ഉണ്ടാക്കേണ്ടത് ക്രിയേറ്റ് എ പ്ലാൻ യൂസിങ് ലേണിംഗ് ഒബ്ജക്റ്റ്. എല്ലോ ഉപയോഗിച്ചിട്ടാണ് ടീച്ചിങ് മാനുവൽ ഉണ്ടാക്കുന്നത്. എല്ലോ ഒക്കെ ഇവിടെ വരും. ഇതൊക്കെ നമ്മൾ ആ പാഠഭാഗത്തിലുള്ള എല്ലോ ആണ്. നമ്മൾക്കത് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ടിക്ക് ചെയ്തു. ഇനി നമ്മുടെ ഡിവിഷൻ നേരത്തെ കൊടുത്ത ഡിവിഷൻ കൊടുക്കുക. ഡേറ്റ് ഓഫ് ക്ലാസ്, ഈ ഡേറ്റ് ഓഫ് ക്ലാസ് ഒരിക്കലും നമുക്ക് മുന്നത്തെ ക്ലാസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ജൂലൈ അങ്ങനെയൊന്നും വരില്ല. നമുക്ക് ഇന്നത്തെ ശേഷം ഉള്ള ക്ലാസ് മാത്രമേ വരുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നത്തെ ഡേറ്റ് തന്നെ കൊടുത്തു. പ്രയോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്രമാത്രം അത്യാവശ്യമുണ്ട് എന്നുള്ള ഇതാണ് കൊടുക്കുന്നത്. അപ്പോൾ പ്രയോറിറ്റി നമ്പറാണ് കൊടുക്കുക. സാധാരണ 1, 2, 3 പെട്ടെന്ന് നോക്കേണ്ടതാണോ എന്ന് ഉള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഹൈ പ്രയോറിറ്റി ആണെങ്കിൽ ഇപ്പോൾ ഇത് കൂട്ടുക, പ്രയോറിറ്റി നമ്പർ കൂട്ടുക. സാധാരണ 1 ആണ് കൊടുക്കുന്നത്. ഇനി മൈക്രോ പ്ലാൻ നെയിം, ഇപ്പോൾ ഞാനിപ്പം എടുക്കുന്ന പാഠത്തിൻ്റെത് സംഖ്യകളുടെ ഒരു പാഠമാണ്. അപ്പോൾ മൈക്രോ പ്ലാനിൻ്റെ ഒരു നെയിം, നിങ്ങൾക്ക് കുറേ മൈക്രോ പ്ലാൻ ഉണ്ടാവുമല്ലോ ഒരു പാഠത്തിൽ. അപ്പോൾ അതിന് ഓർമ്മിച്ച് വെക്കാൻ പറ്റിയ മൈക്രോ പ്ലാൻ നെയിം കൊടുക്കുക. അത് ഞാനിപ്പോൾ ആ ഒരു പാഠഭാഗത്തിലെ ഒരു പ്രവർത്തനത്തിൻ്റെ പേരാണ് കൊടുത്തത്. ഇനി നമ്മൾ അതിൻ്റെ സ്റ്റെപ്പ് വേണം കൊടുക്കാൻ. ഇവിടെയാണ് നമ്മൾ ടീച്ചിങ് മാനുവൽ എഴുതേണ്ടത്. ടീച്ചിങ് മാനുവൽ എഴുതുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഇംഗ്ലീഷിലാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ തുടങ്ങുകയാണെങ്കിൽ ടീച്ചർ വെൽക്കം സ്റ്റുഡൻസ് teacher ask about the previous day's homework. എന്നിട്ട് നമുക്കിത് താഴോട്ടേക്ക് വരണമെങ്കിൽ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ കുറച്ചൊരു സ്പേസ് വിട്ടിട്ട് താഴോട്ടേക്ക് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്.
അപ്പോൾ അതിന് പകരം ഷിഫ്റ്റ് ഞെക്കി പിടിച്ചിട്ട് എൻ്റർ അടിച്ചാൽ നേരെ താഴെ വരും. അപ്പോൾ അങ്ങനെ വന്നു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടീച്ചിങ് മാനുവൽ എഴുതുക. അപ്പോൾ ടീച്ചർ ആസ്ക് സ്റ്റുഡൻസ് ടു ടേക്ക് ദി പേജ് നമ്പർ 18 ഇൻ ദി ടെക്സ്റ്റ് ബുക്ക്. ഇങ്ങനെയെല്ലാം പറഞ്ഞ് ഓരോ സ്റ്റെപ്പായിട്ട് എഴുതുക. എന്നിട്ട് നമ്മൾ എന്ത് കൊടുക്കുക, ഇത് മുഴുവനായിട്ട് എഴുതണം. ഇത് ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെയാണ് കാണിച്ചിരുന്നത്. ഇനി എന്ത് ചെയ്യണം, റിസോഴ്സസ് വേറെ എന്തെങ്കിലും ചാർട്ടോ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ട് അതാണ് എടുത്ത് എഴുതുക കൊടുക്കുക. പിന്നെ ഐഡിയാസ്, നമ്മൾ അതിൽ ഉപയോഗിച്ച ഐഡിയകൾ എന്നല്ല, നമ്പേഴ്സ് എന്തെങ്കിലും ആശയം എന്നുള്ള അതാണ് ഐഡിയാസ്. നമ്പേഴ്സ് ഞാൻ നമ്പേഴ്സ് മാത്രമാണ് കൊടുക്കുന്നത്. പിന്നെ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അസസ്മെൻ്റാണ് ടീച്ചിങ് മാനുവലിനെ കുറിച്ചിട്ടുള്ളത്. അല്ലാണ്ട് നമ്മളെ ഇതല്ല, പ്രതികരണ പേജല്ല. അപ്പോൾ ഈ ടീച്ചിങ് മാനുവൽ അസസ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കൊടുക്കുക, ഇങ്ങനെ എന്തെങ്കിലും പ്രത്യേകത തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ എഴുതുക. അപ്പം ഈസി ടു ഗ്രാസ്പ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. പിന്നെ URL എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലിങ്ക്, ഇപ്പോൾ എന്തെങ്കിലും പിക്ചറോ വീഡിയോ അങ്ങനെ ലിങ്ക് എന്തെങ്കിലും കൊടുക്കുന്നുണ്ട് ഇവിടെ കൊടുക്കാം. യൂട്യൂബിൻ്റെ എല്ലാം ലിങ്ക് എടുത്തിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ യൂട്യൂബ് ലിങ്ക് കൊടുക്കാവുന്നതാണ്. അത് നിങ്ങൾ യൂട്യൂബ് പോയിട്ട് എടുക്കേണ്ടതാണ്. പിന്നെ എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ്, എക്സ്ട്രാ വർക്കുകളെല്ലാം കൊടുക്കേണ്ടത് ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുന്നത്. ഇനി ഇതിൻ്റെ തന്നെ ഞാൻ വേറെ ഒന്ന് എടുക്കുകയാണ്, സമഗ്ര വേറൊരു പേജിൽ എടുക്കുകയാണ്. ഇപ്പോൾ ഓൾറെഡി ലോഗിൻ ആയതുകൊണ്ട് ഇങ്ങനെ വന്നു, ക്രിയേറ്റ് ടീച്ചിങ് മാനുവൽ. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളം മീഡിയത്തിലും എടുക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പം ഞാനിപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിലല്ലേ എടുത്തത്, മലയാളം മീഡിയത്തിൻ്റെ എന്ത് ചെയ്താൽ മതി, മലയാളം മീഡിയത്തിൻ്റെ മാത്സ് അതേ ഭാഗം ഞാൻ എടുക്കുകയാണെങ്കിൽ എന്താ മതി, ഇത് നേരത്തെ എടുത്ത പോലെ എടുക്കുക. എന്നിട്ട് ഏതാണോ യെല്ലോ അതെല്ലാം എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഡിവിഷൻ A വരൂ, ക്ലാസ് ഇന്നത്തെ ക്ലാസ് കൊടുക്കുക, പ്രയോറിറ്റി 1 തന്നെ കൊടുക്കുക. മൈക്രോ പ്ലാൻ നെയിം സ്കൂൾ സ്റ്റോർ എന്നാണ് കൊടുത്തത്. ഇപ്പോൾ അത് മലയാളത്തിൽ കൊടുക്കണം. ഇപ്പം മലയാളത്തിൽ ഇതാ ഇവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ഇവിടെ മൈക്രോ പ്ലാനിൻ്റെ പേര് മലയാളത്തിൽ കൊടുക്കണമെന്നില്ല, ഇംഗ്ലീഷ് തന്നെ കൊടുത്താൽ മതി. ഇനി മലയാളത്തിൽ ടൈപ്പ് ചെയ്യേണ്ട ഓപ്ഷനാണ് വരുന്നത്. രണ്ട് ഓപ്ഷൻ ഉണ്ട്, അതായത് മലയാളം ഫോണറ്റിക്സും ഉണ്ട്, വർണ്ണം എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ ഓരോന്നോരോന്ന് വരും. ഇങ്ങനെയാണ് വരുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതാ കുട്ടികൾ ടെക്സ്റ്റ് ബുക്ക്, ടെക്സ്റ്റ് എടുത്തിട്ട് നമ്മൾ സ്പേസ് ബട്ടണാണ് ഞെക്കേണ്ടത്. അപ്പോൾ അത് ഇതായിട്ട് ടെക്സ്റ്റ് ബുക്ക് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇത് താഴോട്ടേക്ക് വരുന്നുണ്ട്. എൻ്റർ എല്ലാം അടിക്കേണ്ട, സ്പേസ് ആണ്. പേജ് നമ്പർ അടിച്ചു പോകുന്നുണ്ട്, പേജ് നമ്പർ 18 എടുക്കുന്നു. അപ്പോൾ ഇതിന് ചെറിയ പ്രയാസമുണ്ട്, ടൈപ്പ് ചെയ്യാനുള്ള പ്രയാസമുണ്ട്. നിങ്ങൾ ഫോണിൽ ഉപയോഗിക്കുന്നതാണെങ്കിൽ നമ്മൾ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ടൈപ്പ് ചെയ്യുന്ന രീതിയില്ലേ, അത് വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ചെയ്യാനാവും. അല്ലെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ ഇത് ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ
ടീച്ചിങ് മാനുവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എടുക്കുക. ട്രാൻസ്ലേറ്റ് എടുത്തിട്ട് നിങ്ങളിപ്പം ടൈപ്പ് ചെയ്ത സംഭവം മുഴുവനായിട്ട് ഇതെടുത്തിട്ട് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഭാഷയും കൊടുക്കുക, മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുക. അപ്പോൾ അത് നേരെ ഇതേപോലെ ആയിട്ട് വരും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അത് കോപ്പി ചെയ്തിട്ട് അതായത് ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇംഗ്ലീഷ് മീഡിയം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വരാം, നിങ്ങളാന്നേ പറയുന്നത്. എന്നിട്ട് ബാക്കിയുള്ള പോലെ തന്നെ ചെയ്യുക, സേവ് കൊടുക്കുക. അപ്പം ഞാൻ നേരത്തെ ഇതാണ് സേവ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. സേവ് കൊടുത്തു. അപ്പോൾ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരും. ഇത് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ദിസ് TM ഫോർ അനദർ ഡിവിഷൻ. വേറെ ഡിവിഷനിൽ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും കൊടുക്കാം. അതായത് ഇപ്പം മലയാളം 4ാം ക്ലാസ്സിലെല്ലാം മലയാളം 2 ക്ലാസ്സിലും എടുക്കുന്ന ടീച്ചർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, യൂസ് ദിസ് TM ഫോർ അനദർ ഡിവിഷൻ. ഇപ്പോൾ A ക്ലാസ്സിൽ എഴുതിയിട്ട് വെച്ചിട്ട് കഴിഞ്ഞാൽ ഇതേ TM തന്നെ B ക്ലാസ്സിൽ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ അത് ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ഡിവിഷൻ B ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇത് ഇംഗ്ലീഷ് ആയതുകൊണ്ട് എന്ത് പറ്റില്ല, B ക്ലാസ്സിലേക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. മാത്സ് ആയതുകൊണ്ട്. മറ്റ് വിഷയങ്ങളൊക്കെ അന്നേ ഉപയോഗിക്കാൻ പറ്റും. മലയാളവും അതുപോലെ ഇംഗ്ലീഷും ആണെങ്കിൽ Aയും Bയും ഉപയോഗിക്കാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് സബ്മിറ്റ് ഫോർ അപ്രൂവൽ. ആരെ അപ്രൂവൽ, ടീച്ചറുടെ HMൻ്റെ അപ്രൂവലിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യാം. ഇനി ഇതുവരെ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. എന്ത് മാറ്റമാണ് വരുത്തേണ്ടത് വെച്ചാൽ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ടീച്ചിങ് മാനുവൽ ഉണ്ടാക്കുന്നത്.